നിയമസഭയിൽ നേർക്കുനേർ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ ബഹളമയത്തിൽ സഭ പിരിയും വരെ ഇരുവരും തമ്മിലുള്ള വാക്പോരും തുടർന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യം വിമർശനം തുടങ്ങിയത് മുഖ്യമന്ത്രി. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. മറുപടി ഇങ്ങനെ: അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭ TV കട്ട് ചെയ്തു. സഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. AKG സെന്ററിൽ ഇപ്പോൾ LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തെ നേരിടാനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ പങ്കുവയ്ക്കും. പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം സലീം മാലിക് നമ്മളോട് വിശദീകരിക്കും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഇന്നത്തെ സഭയിലെ അസാധാരണ പ്രതിഷേധം, വാക്പോര്, വെല്ലുവിളി, ഇതൊക്കെ നമ്മൾ കണ്ടു. വരും ദിവസങ്ങളിലും സമാനമായ കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്ന തരത്തിലുള്ള വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ ഏറെയുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനിടയിൽ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നു ഭരണപക്ഷം. വിവരങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? ഇന്ന് സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷം കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് നിയമസഭയിലേക്ക് എത്തിയത്. എന്നാൽ സഭ ഇന്നത്തേക്ക് പിരിയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇക്കാര്യത്തിൽ കരുതുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം കരുതുന്നൊരു കാര്യം, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷം ഓടി ഒളിച്ചു എന്നുള്ളൊരു സന്ദേശം പുറത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, അതല്ലെങ്കിൽ സർക്കാരിനെ തുറന്നു കാട്ടപ്പെടാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിരവധി ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൽ മലപ്പുറം പരാമർശം തൊട്ട് PV അൻവർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ പലതരത്തിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസം, അതായത് സഭ പുനരാരംഭിച്ച ശേഷമുള്ള ആദ്യ ദിവസം ഈ വിഷയത്തിൽ സർക്കാർ പുറത്തേക്ക് വിടുന്ന ധ്വനി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഭ പിരിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷം നിയമസഭയുടെ പുറത്തേക്ക് എത്തും മുൻപ് തന്നെ പാർലമെന്ററി മന്ത്രിയും അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും CPI മന്ത്രിയും ചേർന്നുകൊണ്ടൊരു വാർത്താ സമ്മേളനം അത് വിളിച്ചത്. ഇനി ഇക്കാര്യത്തിൽ സഭയിൽ ഏത് വിധത്തിലുള്ള പ്രതിരോധം ഉയർത്തണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാനാണ് AKG സെന്ററിൽ LDF പാർലമെന്ററി കാര്യ പാർട്ടി യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ സർക്കാർ എടുക്കേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് സഭയിൽ ഇടതുപക്ഷം സർക്കാർ പുലർത്തേണ്ട ജാഗ്രതകളെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ഈ സ്ഥാനചലനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഗൗരവമായി ചർച്ചയിൽ വരും എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നില്ല. മാത്രമല്ല, പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ മലപ്പുറം വിവാദവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ അനുമതി നൽകിയത്. സർക്കാർ അതൊരു പ്ലാറ്റ്ഫോമായി, തങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒരു പ്ലാറ്റ്ഫോമായി കരുതിയപ്പോഴാണ് പ്രതിപക്ഷം വീണ്ടും ബഹളമുണ്ടാക്കിയത്. അപ്പോൾ പ്രതിപക്ഷം തന്നെ ആ വിഷയത്തിൽ സർക്കാരിനെ പറയാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല, പ്രതിപക്ഷത്തിന് ആ വിഷയത്തിൽ ഭയമുണ്ട് എന്നുള്ളൊരു ധ്വനി പുറത്തേക്ക് കൊടുക്കുന്നതിലൂടെ ആ വിഷയത്തിൽ ഒരു പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞുവെന്ന ഇടത് കാമ്പ്, അല്ലെങ്കിൽ LDF ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നാളെ മുതൽ എന്തുതരം, സഭ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം അത് പ്രതിപക്ഷം ഉയർത്തും. ഇന്നത്തെ സ്പീക്കറുടെ സമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പ്രതിപക്ഷം നിയമസഭയിലേക്ക് കൊണ്ടുവരിക. ഈ ഇന്നത്തെ ഒരൊറ്റ കാര്യം, അത് പ്രധാനമായും പ്രതിരോധിച്ചുകൊണ്ടായിരിക്കും ഈ സഭാ സമ്മേളന കാലയളവിൽ ഭരണപക്ഷം പ്രതിരോധം തീർക്കുക. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, ഇന്നിപ്പോൾ സലീമിലേക്ക് ഉടൻ തിരികെ എത്താം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് സിദ്ദീഖ് ഹാജരായത്. അഖിൽ ഷാ അൻസാർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും.